വലിയ ഹുങ്കുണ്ടായിരുന്നു യു എസിന്. ലോകശക്തിയാണെന്നും ലോകത്തെ നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നുമുള്ള ഹുങ്ക്, അഹന്ത. ലോകത്തെ മുഴുവൻ രഹസ്യങ്ങളും ചോർത്തും, എന്തിലും ഏതിലും ഇടപെടും, അലമ്പാക്കും. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു. ലോകത്തിന് മുന്നിൽ ഉടുതുണിയില്ലാതെ നാണം കെട്ടു നിൽക്കുകയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന സൂപ്പർ പവർ. സംഭവം ഇങ്ങനെ: യമനിലെ ഹൂതികൾക്കെതിരായ യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യാനായി യു എസ് വൈസ് പ്രസിഡന്റ് വാൻസ് ഉൾപ്പെടെയുള്ളവർ ഒരു സിഗ്നൽ ഗ്രൂപ്പ് തുടങ്ങുന്നു. ഈ ഗ്രൂപ്പിലൂടെ യു എസിലെ ഉന്നതർ യുദ്ധരഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. പിന്നാലെ ഈ ചാറ്റുകൾ പുറത്താകുന്നു. ഞെട്ടിയത് ലോക പോലീസാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ സംഭവിച്ചു എന്ന് മാത്രമല്ല, ചാറ്റുകളെല്ലാം പുറംലോകം കാണുകയും ചെയ്തു. ഈ ഗ്രൂപ്പിൽ ഒരു മാധ്യമപ്രവർത്തകനെ കൂടി ഉൾപ്പെടുത്തിയതാണ് കുഴപ്പമായത്. യു എസിലെ ദി അറ്റ്ലാന്റിക് മാഗസിന്റെ എഡിറ്റർ ജെഫ്രി ഗോൾഡ് ബർഗിനെ ഉൾപ്പെടുത്തിയ ഗ്രൂപ്പിലാണ് രഹസ്യ വിവരങ്ങൾ പങ്കുവച്ചത്. ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ യു എസ് അധികൃതർ അമ്പരന്നു. പിന്നാലെ ഗ്രൂപ്പിൽ തന്നെയും ചേർത്തതായി ജെഫ്രി ഗോൾഡ് ബർഗ് വെളിപ്പെടുത്തിയതോടെയാണ് സംഭവത്തിന്റെ കിടപ്പ് യു എസ് അധികൃതർക്ക് ബോധ്യമായത്. എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ആ അതീവ സുരക്ഷാ ഗ്രൂപ്പിൽ കയറിപ്പറ്റിയത്? സംഭവത്തിന്റെ ഉത്തരവാദിത്തം ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് ഏറ്റെടുത്തു. വാൾസിന്റെ സഹായിയാണ് മാധ്യമപ്രവർത്തകനെ ഗ്രൂപ്പിൽ ചേർത്തത്. അതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്നുകൂടി വാൾസ് പറഞ്ഞു. അതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം പക്ഷേ വാൾസ് വെളിപ്പെടുത്തിയില്ല. മൈക്ക് വാൾസാണ് തന്റെ ഗ്രൂപ്പിൽ അംഗമാൻ ക്ഷണിച്ചതെന്നാണ് ഗോൾഡ് ബർഗ് അവകാശപ്പെടുന്നത്. അതിനിടെ പ്രതികരണവുമായി സാക്ഷാൽ ട്രംപും വന്നു. സംഭവം ഗൗരവമുള്ളതല്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം. വാൾസിന്റെ സഹായിയാണ് മാധ്യമപ്രവർത്തകനെ ഗ്രൂപ്പിൽ ചേർത്തത്. നല്ല മനുഷ്യനായ വാൾസ് ഒരു പാഠം പഠിച്ചെന്നുമാണ് ട്രംപ് വിഷയം തണുപ്പിക്കാനായി പറഞ്ഞത്. എന്നാൽ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങളെന്നാണ് സൂചന. സംഭവത്തിൽ തെറ്റുപറ്റിയതായി ഏറ്റുപറഞ്ഞ് യു എസ് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുൾസി ഗബ്ബാർ രംഗത്ത് വന്നു. അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകളല്ല ചോർന്നത്. യുദ്ധത്തിനായി സഹായിക്കുന്ന ഉറവിടങ്ങളോ തന്ത്രങ്ങളോ സ്ഥലങ്ങളോ യുദ്ധോപകരണങ്ങളോ സംബന്ധിച്ച് ഗ്രൂപ്പിൽ വിവരം കൈമാറിയിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ. യു എസിലെ ഉന്നതർ ഒരു യുദ്ധം പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയാണോ? ഇതൊരു മാതിരി കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജുകൾ പോലെ. അതിലൊരു മാധ്യമപ്രവർത്തകൻ കടന്നുകൂടിയിട്ട് ഈ ബുദ്ധിരാക്ഷസന്മാർ അറിഞ്ഞില്ലേ? ചുമ്മാതല്ല അമേരിക്ക എവിടെ പരിപാടി അവതരിപ്പിച്ചാലും 8 നിലയിൽ പൊട്ടുന്നത്. അതിലെ പരാമർശങ്ങൾ അത്ര നിസ്സാരമല്ല. ഉദാഹരണത്തിന്, ഹൂതികളെ ഇത്ര പെട്ടെന്ന് നിശബ്ദരാക്കണോ? യൂറോപ്പിനല്ലേ ഹൂതികൾ വെള്ളം കുടിപ്പിക്കുന്നത്, അവരിത്തിരി വെള്ളം കുടിക്കട്ടെ പോലുള്ള മെസ്സേജുകൾ. സംഗതി എന്തായാലും കുളമായി. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും യു എസിൽ നിന്ന് നിലവിളി ശബ്ദം ഉയരുന്നുണ്ട്.